Hello everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ പോവാണ്. സോ ഇന്നത്തെ വ്ളോഗ് ഇസ് അബൌട്ട് മൈ ഫസ്റ്റ് ഹോസ്പിറ്റൽ വിസിറ്റ് ഇൻ USA. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കും വലിയ പിടിയില്ല. സോ ഞാൻ ആകെ ചെയ്തത് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു ആൻഡ് ഇന്ന് നമ്മൾ ഇത്ര സമയത്ത് അവിടെ പോകുന്നു ആൻഡ് ഒരു കൺസെൻറ്റ് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് മാത്രമാണ് നമ്മളിന്ന് ഇപ്പോൾ ചെയ്തിട്ടുള്ള കാര്യം. സോ ഇനി ബാക്കി ഇവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളിത് പോയത്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു എൻ്റെ ഈ അലർജിയുടെ ഒരു കോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അവിടേക്ക് പോകുന്നത്. സോ ഒരു 2-3 കൊല്ലമായിട്ട് ഞാൻ ഈ ഒരു സംഭവം ട്രീറ്റ് ചെയ്യുന്നതാണ്. സോ നാട്ടിലൊന്നും എനിക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും നമ്മളിതിൻ്റെ കോസ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. നമ്മളെല്ലാം റെഡിയായി, നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മളെടുത്തു. ഇനി നമ്മൾ നേരെ നമ്മൾ ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ്. അപ്പോൾ ആ 15 മിനിറ്റിൽ നമ്മൾ 15 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഈ വ്ളോഗ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നാണ് അർത്ഥം. ഇല്ലെങ്കിലും നമുക്കത് കഴിഞ്ഞിട്ട് കാറിലിരുന്നെങ്കിലും ഞാൻ അതിൻ്റെ സമ്മറി വിവരിച്ചിടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ റെഡിയായി. നമുക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങാനും അവിടെ വച്ച് എനിക്ക് തലയെങ്ങാനും കറങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞാനൊരു കുപ്പി വെള്ളം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടുന്ന് വളരെ അടുത്താണ് ഈ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതൊരു ആസ്മ കെയറും കൂടെയാണ്. സോ ഒരു അലർജി ആൻഡ് ആസ്മ അങ്ങനത്തെ ഒരു സെൻറ്ററാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റെഡിയായി. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോയി. ഇപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചെറിയൊരു പേടി തുടങ്ങുന്നുണ്ട്. കാരണം ഇറങ്ങാൻ നേരത്താണെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ ഇനി അവരെങ്ങാനും നിൻ്റെ അലർജി ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോഴാണ് എനിക്കും ബോധം വന്നത്. കാരണം ഈ അലർജി ടെസ്റ്റ് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ. അതുപോലെ തന്നെ അവർ ഇത്രയും ഒരു 10-80 ടെസ്റ്റൊക്കെ അവരെങ്ങനെ കുത്തിവെക്കുമോ എന്നുള്ളൊരു പേടിയും ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. കാണാൻ താമസം എന്താണ് എന്നിന്റെ എന്താടാ അതെന്താ? ഞാൻ ഫുൾ വെയിലത്തിരിക്കണേ, എന്ത് കാര്യം? അങ്ങനെ നമ്മുടെ കാറിൽ ബഹളമൊക്കെ കഴിഞ്ഞ് കറക്റ്റ് നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി അലർജിയുടെ ഡോക്ടറെ കാണാനാണ് വന്നിരിക്കണേ. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു അലർജി കെയറിലേക്കാണ് പോകുന്നത്. സോ നമ്മളിവിടെ ഓൾമോസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ ഒരു ഫോമും കൂടി ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കൺസെൻറ്റ് ഫോമാണ്. ആ ഒരു കൺസെൻറ്റ് ഫോമും കൂടി നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ചൊരു നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഒരു പേപ്പറും കൂടി നമ്മൾ ഫിൽ ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഓൾറെഡി ഞാനിത് ഓൺലൈൻ ഫില്ല് ചെയ്തതാണ്, പക്ഷേ എന്തോ ഒരു ഇതും കൂടെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാർഡും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ആദ്യം കണ്ടത് ഒരു ഫിസിഷ്യനെയാണ്. ആദ്യം ഒരു ഫിസിഷ്യനാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് എൻ്റെ സിംറ്റംസും കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് ആൾ എൻ്റെ അടുത്ത് അലർജി ടെസ്റ്റ് എന്തായാലും ചെയ്യുക, അതുപോലെ തന്നെ നമുക്കൊരു ബ്രീത്തിങ് ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ അതായിരുന്നു പുള്ളിക്കാരത്തി എനിക്ക് റെക്കമെൻഡ് ചെയ്ത 2 കാര്യങ്ങൾ. ആൻഡ് അങ്ങനെ നമ്മൾ അത് രണ്ടും ചെയ്തു. Blah, 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 blah. Okay, I just wanted to blow this as hard as I can. Yes. And it's getting itchy. Yes, good. That's a good thing. That means the controls are working. Okay. Okay, scratch it now, right? All right. We'll take your mind off it with the pain in your chest with this. So just stand up for me. Just careful about your gown. Okay, I should stand up? Yes. That way, just make sure you can really get into it. Okay. Okay, so hang tight. We're going to wait for a pie. Big breath in, mouthpiece. Perfect. Hold it if you can't do any more. And take a big breath in. Good. I know it's really hard, but right away try to be really forceful. Just see what you like. Bend over if you have to. Just get into it. We'll see how good you can do. Big breath in, mouthpiece, and blow, 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 blow. Good. Keep going. Big inhale.
അങ്ങനെ എൻ്റെ ലങ് ഫങ്ഷൻ ടെസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി എനിക്കൊരു ഒരു ഇൻഹേലർ പോലത്തെ ഒരു സംഗതി തന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഈ ഒരു ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും. അത് ഈ ഒരു മരുന്ന് നമുക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് കാണുന്ന അത്ര എളുപ്പമായിരുന്നില്ല അത് ചെയ്യാൻ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അങ്ങനെ എൻ്റെ ലങ് ഫങ്ഷൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അലർജി ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ സെറ്റ് ഓഫ് സെറംസ് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിലെനിക്ക് തോന്നുന്നു 80 എങ്ങാണ്ട് ഇപ്പോഴാണ് കുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പുറം മൊത്തം ഈ സംഗതി അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നന്നായി ചൊറിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇരിപ്പാണ് ആക്ച്വലി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ചൊറിയണിപ്പോ അവിടെ അല്ലെന്നാലേ ഒറ്റടിക്ക് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ മാതാ തോന്നുന്നു. ചില ഭാഗത്തൊന്നും ഇല്ല കേട്ടാ, ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അത്ര ഇന്റൻസ് സാധനമല്ല, ഇന്റൻസ് ചൊറിച്ചിലല്ല. ഇവിടുത്തെ ഒരുമാതിരി സാധനമായിരുന്നു. കുത്തിപ്പിടിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചൊറിയുണ്ടെന്ന്. അത് കുറഞ്ഞോ? ഇപ്പൊ കുറഞ്ഞു, പക്ഷെ അത് എനിക്കിപ്പോഴൊന്നും മതിയോ കൊള്ളാന്നുണ്ട്. പിന്നെ ഇവിടെ സെന്ററിൽ ഒരു സാധനം കുത്തിണ്ട്, അതാണ് എനിക്കിപ്പോ കുത്തറ. Now it's just a little okay for her. Okay. Some better. Yeah. അങ്ങനെ നമ്മുടെ അടുത്ത ടെസ്റ്റിൻ്റെ ഭാഗമായി കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇത് കറക്റ്റായിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഇത് കുറച്ച് പെയിൻഫുള്ളായിരുന്നു, പക്ഷേ ബെയറബിൾ ആയിട്ടുള്ളൊരു പെയിൻ ആയിരുന്നു. അങ്ങനെ ഈ വന്നിരിക്കുന്ന എല്ലാ തടിച്ചതും നമുക്ക് അലർജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എൻ്റെ അലർജി ടെസ്റ്റ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അവരതിൻ്റെ റിസൾട്ട്സും കൊണ്ട് പിന്നെ നമ്മൾ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു ആക്ച്വലി. എന്തായിരിക്കും താങ്കളുടെ പ്രൊഡിക്ഷൻ പറയൂ? എന്തായിരിക്കും എൻ്റെ അലർജി? തന്നെ പറഞ്ഞില്ലേ എന്ത് ക്രോണിക് എന്തോ സംഭവം, ക്രോണിക്. അപ്പോൾ അവർ എൻ്റെ അലർജി എല്ലാം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സുമായിട്ട് ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ബ്രീത്തിങ് അനാലിസിസ് അല്ലടാ ബ്രീത്തിങ് അനാലിസിസും കൂടെ ചെയ്തു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ റിസൾട്ടുമായി ഡോക്ടർ ഇപ്പോൾ വരും. എന്നിട്ട് നമുക്ക് ഫൈനൽ അവരെന്താ പറയുന്നതെന്ന് നോക്കാം. ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ എണ്ണത്തിന് ടിക്കും കുറേ എണ്ണത്തിന് കുറേ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതെൻ്റെ ലെവൽ ഓഫ് അലർജി എത്ര ഉണ്ട് എന്നുള്ളതായിരുന്നു അതിൽ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ബാക്കിയില്ലാത്തൊക്കെ വായിച്ച് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10-80 ടെസ്റ്റിൽ ആകെ കുറച്ച് മാത്രമാണ് നമുക്ക് അലർജിക്കായിട്ട് വന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഡോക്ടർ വന്നു, നമുക്ക് കുറേ പേപ്പറും സാധനങ്ങളൊക്കെ തന്നു. നമ്മൾ കുറേ സാധനങ്ങൾക്ക് അലർജിക്കാണ്, കുറേ സാധനങ്ങൾക്ക് അലർജിക്കല്ല. അപ്പോൾ ഇവർ പറയണത് എൻ്റെ അലർജി ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു അലർജിയാണ്, ഇതൊന്നും വലിയ അലർജി അല്ല എന്നാണ് ഇവർ പറയണത്. സോ പിന്നെ ഇനിയിപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം. എവിടെയാണ് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടാണ് ഇവിടെ ഉള്ളത്. സോ അതിനൊരു പേപ്പർ തന്നിട്ടുണ്ട്, ഇനി ബ്ലഡിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സോ കൂടുതലായിട്ടും നമ്മൾ എന്താ പറയുക, മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ പൊള്ളൻ ഗ്രെയിൻസ് അതുപോലത്തെ സാധനങ്ങളായിട്ടും, അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു, മോൾഡ് അലർജിക്കാണ്. പിന്നെന്തായിരുന്നു അവിടെ അലർജി പറഞ്ഞത്? പിന്നെ കോക്രോച്ചിന് ഞാൻ അലർജിക്കാണ് വളരെയധികം. പിന്നെ ഡോഗ്, അങ്ങനെ പല സാധനങ്ങൾക്ക് ഞാൻ അലർജിക്കാണ്. അങ്ങനെ നമ്മളുടെ അലർജിയുടെ ഡോക്ടറെയൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്തു. അവർ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. പക്ഷേ ഇപ്പോഴും പുള്ളിക്കാരത്തി എനിക്കൊരു കൺസൾട്ടിങ് ലൈക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫൈനൽ ഡിസിഷൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ലൈക്ക് നമുക്ക് ബ്ലഡും കൂടെ നോക്കിയിട്ട് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ആൻഡ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് അപ്പം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ 3 മണിയൊക്കെ വരെയാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സെൻറ്റേഴ്സ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നല്ല തണവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്ലാൻ ഉറപ്പിച്ചുകൊണ്ടുള്ള സന്തോഷമാണ് എനിക്ക്. നമ്മളുടെ കോർ റിസൾട്ട് ഇതുവരെ വന്നില്ല. അവരിപ്പോഴും പറഞ്ഞത് നമുക്ക് ശരിക്കുള്ള വലിയ അലർജിക് സിംറ്റംസ് ഒന്നുമില്ല. സോ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്കിനിയും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും ബാക്കിയുണ്ട്. ലൈക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാണ് അവർക്കിനി കൂടുതൽ
നമുക്ക് എന്താ അസുഖം എന്നവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ദാറ്റ് വാസ് എ വെരി ലോങ് പ്രോസസ്സ് അല്ലേ. നമ്മൾ ഒന്നരക്കല്ലേ 1:30 കയറി 4 മണി വരെ ഞാൻ അവിടെ കുത്തും കൊണ്ടിരുന്നു. സോ അത് പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണം ചെയ്യാൻ. കാര്യം അവരെല്ലാം നോക്കി എല്ലാ ടെസ്റ്റുകളും എടുത്തിട്ടാണ് ഒരു ആൻസർ പറയുന്നത്. അല്ലാതെ വെറുതെ കയറിയിട്ട് നമുക്ക് എന്നതാണ് എന്ന് പറയുന്നതല്ലല്ലോ. എന്നാലും നാട്ടിൽ ഞാൻ ആക്ച്വലി ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ ഫുള്ള് ഇഞ്ചക്ഷൻ ആയിരുന്നു. അതല്ലാണ്ട് ഇവിടെ നീഡിലല്ലാതെ ഫുള്ള് ഞാൻ എത്ര 80 ടെസ്റ്റ് ചെയ്ത് 80 ടെസ്റ്റ് പ്ലസ് എത്ര 8 10 കണ്ട് കയ്യുമ്പേം ചെയ്ത്. കയ്യുമ്പത്തെ ആക്ച്വലി കുത്തി വെക്കുന്നതായിരുന്നു. പക്ഷെ ചെറിയൊരു ടാപ്പ് അത് ഇഞ്ചക്ഷൻ ആയിരുന്നു. കയ്യുമ്പത്തെ ഇഞ്ചക്ഷൻ ആയിരുന്നു. പക്ഷെ പുറത്ത് ചെയ്തത് മൊത്തം 80 എണ്ണം ഉണ്ടായിരുന്നു. ആ 80 എണ്ണവും നമുക്ക് 0 ആയിരുന്നു. സോ നമുക്ക് കുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് കുറച്ച് വേദന എടുക്കും. പക്ഷെ ഇറ്റ്സ് ലൈക്ക് നല്ല കുഴപ്പമില്ല, നമുക്ക് ബെയറബിൾ ആയിട്ടുള്ള പെയിൻ ആണ്. സോ അതിൽ എത്ര എണ്ണ ഞാൻ അലർജിക് ആയ? ഐ എം അലർജിക് ടു എത്ര എണ്ണ? 1 2 3 ഒരു 10-12 എണ്ണം അല്ലേ? 80 എണ്ണത്തിന് 10-12 എണ്ണം എനിക്ക് അലർജി ഉള്ളൂ. മെയിൻ സാധനങ്ങൾ മോൾഡ്, ഡസ്റ്റ്, കോക്രോച്ച്, ഡോഗ്, പിന്നെ ഫെദറിന് ഒരു ലിറ്റിൽ അലർജി ഉണ്ട്. പിന്നെ അതായത് എനിക്ക് പക്ഷികളെ ഒന്നും വളർത്താൻ പറ്റില്ലായിരിക്കും അല്ലേ? ഡോഗിനെയും വളർത്താൻ പറ്റില്ലായിരിക്കും. പിന്നെന്താടാ എനിക്ക് അലർജി? മോൾഡാണ് കുറച്ചധികം. പിന്നെ ഈ പ്ലാന്റ്, ഈ മരത്തുനിന്ന് വരുന്ന ഒരു കൈൻഡ് ഓഫ് പൊള്ളൻ ഗ്രെയിൻസ്, അപ്പോൾ അതും കുറച്ച് അലർജിക്കാണ്. പിന്നെ എന്തായിരുന്നു പ്രത്യേകിച്ച് വരുന്നത്? പിന്നെ ഓരോ സീസണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, ലൈക്ക് സീസണൽ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ, അതായിരുന്നു കൂടുതലായിട്ട് നമുക്ക് അലർജിക്കാണെന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ പോകുന്നത്. സോ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത്, ഒരു ടെസ്റ്റ് എടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ നല്ല ഇംപ്രസ്ഡ് ആണ് സത്യത്തിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത്. ആൻഡ് ഇതിൻ്റെ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പേയ്മെൻറ്റ്സ് നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര പേയ്മെൻറ്റ്സ് വരില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ആക്ച്വലി 3 മണിയായി. സോ ദാറ്റ് ഇവിടെ 3 മണി വരെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് അവൈലബിൾ ഉള്ളൂ. സോ ഇപ്പോൾ ഓൾറെഡി 4 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അത് ബ്ലഡ് ടെസ്റ്റിംഗ് ഇല്ല, നമ്മളത് വേറൊരു ദിവസത്തേക്ക് പുഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അത്രയാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. സോ ഇവിടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. സോ ടൈം ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് കുറച്ചുകൂടെ സിസ്റ്റമൈസ്ഡ് ആയിട്ട് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. സോ എന്തായാലും എൻ്റെ അലർജിയുടെ പ്രൈമറി കോസ് ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. ഞാൻ 5-6 കൊല്ലമായിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അലർജിയുടെ പ്രൈമറി കോസ് എന്താണെന്ന്. പക്ഷേ ഇപ്പോഴും അത് അൺറിവീൽഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഹോപ്പ്ഫുള്ളി എൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടെ കിട്ടുമ്പോൾ അത് കിട്ടുമായിരിക്കാം എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഉള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.